ചായോത്ത് സ്കൂളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതിനു പിന്നാലെ പ്രവേശനോത്സവം കൈക്കോട്ട് കടവ് PMSA പൂക്കോയത്തങ്ങൽ സ്കൂളിൽ നടത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ആദ്യ ഉത്തരവ് റദ്ദാക്കിയാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നത്. GHSS ചായോത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം നടത്തണമെന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേർന്നത്. അവിടെ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവേശനോത്സവ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വിപുലമായ സംഘാടക സമിതി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പം പറഞ്ഞെടുത്തോളം കേട്ടെടുത്തോളം മനസ്സിലാകുന്നത് ഈ ചായോത്ത് സ്കൂളിൽ വെച്ച് തന്നെ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിക്കുകയും അവർ അതിന്റെ പണികളൊക്കെ പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയുന്ന പോലെ ജൂൺ 1-നാണ്, അധികം ദിവസങ്ങളൊന്നും തന്നെയില്ല. ഇന്നിപ്പം 29 തീയതി. അപ്പം എല്ലാ പണികളും പൂർത്തിയായതിനു ശേഷം മറ്റൊരു സ്കൂളിലേക്ക് ഇതിനെ മാറ്റുന്നു. എന്താണ് ഒരു ഔദ്യോഗിക വിശദീകരണം? പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ നിലപാടെന്താണ് രതീഷ്? സേതു, തീർച്ചയായും ഇത് ഒരു വിവാദത്തിലേക്ക് പോവുകയാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇത്തരം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നേരത്തെയുള്ള ഒരു ഉത്തരവുണ്ടാവും. ആ ഉത്തരവനുസരിച്ച് തന്നെയാണ് മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുക. പ്രവേശനോത്സവത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലാണ് ക്രമീകരിക്കുക. അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷതയിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിലാണ് ഇത്തരം യോഗങ്ങൾ ചേരുക. അത് അധ്യാപക പ്രതിനിധികളുണ്ടാവും. അതുപോലത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, അതുപോലെ തന്നെ ഡയറ്റിലെ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെ വിളിച്ചു ചേർത്ത് യോഗത്തിലാണ് ഏത് സ്കൂളിലാണ് ഇത്തവണ പ്രവേശനോത്സവം നടക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അത്തരത്തിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ പരിഗണിച്ച്, ആ സ്കൂളിൻ്റെ സൗകര്യം പരിഗണിച്ച് അവിടേക്ക് എത്തിപ്പെടാനുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ സൗകര്യം പരിഗണിച്ച് തന്നെയാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവം ഒരു ജില്ലയിൽ ജില്ലാതല പ്രവേശനോത്സവം എങ്ങനെ നടത്തണമെന്ന കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതുപോലെ കഴിഞ്ഞ 25-ന് ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ഇത്തരത്തിലൊരു യോഗം ചേരുകയും അത് കളക്ടറുടെ ചേംബറിൽ തന്നെ തീരുമാനമാവുകയും ഉപവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറും ഇത് സംബന്ധിച്ച് ചായോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് സംബന്ധിച്ച് നടത്താം എന്ന് തീരുമാനിക്കുകയും, അത് സർക്കാർ സ്കൂളുകളുടെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മികവ് കൂടിയുണ്ട്. അതുകൊണ്ട് ജില്ലാതല പ്രവേശനോത്സവം അവിടെ നടത്താമെന്ന് തീരുമാനമെടുക്കുകയും ചൊവ്വാഴ്ച അവിടെ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഇടയ്ക്കാണ് 26-ന് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കൈക്കോട്ട് കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ താല്പര്യം അറിയിച്ചു. അതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ മാറ്റുന്നു, മറ്റ് കാര്യങ്ങളുമായി തുടർന്ന് മുന്നോട്ട് പോവുക എന്ന ഉത്തരവ് വരുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഈ നേരത്തെ ചായോത്ത് സ്കൂളിലെ തീരുമാനം, ജില്ലാ പ്രവേശനോത്സവം നടത്താൻ തീരുമാനം റദ്ദാക്കുകയും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പ്രധാനാധ്യാപകന് നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇടത് അധ്യാപക സംഘടനകളൊക്കെ തന്നെ പറയുന്നത്, പ്രതിപക്ഷ അധ്യാപക സംഘടനകളൊക്കെ തന്നെ പറയുന്നത്. ഇത് തൃക്കരിപ്പൂർ MLA-യുടെയും ഒക്കെ അല്ലെങ്കിൽ ഭരണാനുകൂല അധ്യാപക സംഘടനകളുടെയൊക്കെ താല്പര്യപ്രകാരം മാറ്റിയതാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നടന്നു വരുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഒരു സംവിധാനത്തെ എന്തിനാണ് അനാവശ്യമായി അനവസരത്തിൽ ഇങ്ങനെ മാറ്റുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ നിലവിൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കോ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾക്കോ ഒന്നും കഴിയുന്നില്ല എന്നതുകൂടി വസ്തുതയാണ്. എന്തായാലും വിവാദം കൊഴുക്കുകയാണ് പ്രവേശനോത്സവത്തിന്. പ്രവേശനോത്സവ വിവാദം കൊഴുക്കുകയാണ്.